ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ നമ്മുടെ നിധിയുടെ സുധീഷിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. അങ്ങനെ നമ്മുടെ നിധിയും അതുപോലെ തന്നെ സുഭാഷും അവരൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഹരീഷിനെ കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും സുഭാഷിനുണ്ടാവില്ല. കാരണം കുറച്ചൊക്കെ ഒരു കുട്ടിത്വമൊക്കെ മാറി അതിൻ്റേതായ ഒരു പക്വതയും അതിൻ്റേതായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിവുള്ള ഒരു അനിയൻ തന്നെയാണ് ഹരീഷ് എന്നുള്ള ബോധ്യം സുഭാഷിനുണ്ട്. പക്ഷേ ഹരീഷിനെ കുറിച്ച് ഇത്രയും നീതുവിനെ അങ്ങനെ ഒരു ഗർഭിണിയാക്കി അങ്ങനെ ചെയ്യാനുള്ള ആ ഒരിത് ഉണ്ടെന്ന് കേട്ടപ്പോൾ സുഭാഷിന് അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതായത് നീതുവിൻ്റെ അമ്മ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ മോശമായിട്ടാണ് പറഞ്ഞത്. എന്ത് അന്തസ്സുള്ള കുടുംബം, നിങ്ങളുടെ അന്തസ് എൻ്റെ മകളുടെ അടുത്താണോ കാണിക്കുന്നത്? കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എട്ടും പൊട്ടും തിരിയാത്ത ഇതാണോ തൻ്റെയൊക്കെ കുടുംബത്തിലെ വലിയ അന്തസ്? താനൊക്കെ കുറേ കിടന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ നീതുവിൻ്റെ അമ്മ കുറേ മോശപ്പെട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ സുഭാഷിന് ആ ദേഷ്യം അങ്ങോട്ട് മാറുന്നില്ല. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഒന്ന് സമാധാനപ്പെടുക, അവൻ എന്താ പറയാനുള്ളത് എന്ന് ഒന്ന് കേൾക്കട്ടെ. ഒന്നും പറയണ്ട, അവൻ എന്ത് പറയാനാ? അവനൊന്നും പറയണ്ട. ഇതായിരുന്നു നിൻ്റെ ഉദ്ദേശം? നീ വല്ല കുടുംബത്തിൻ്റെ ആത്മാർത്ഥമാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഏട്ടൻ്റെ കല്യാണം നടന്നിട്ട് എൻ്റെ മതി എന്നൊക്കെ അല്ലേടാ നീ പറഞ്ഞെന്നും പറഞ്ഞ് സുഭാഷ് ഇങ്ങനെ തോരാണ്ട് പറയണം. ഹരീഷിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഹരീഷിൻ്റെ മനസ്സിൻ്റെ പിടുത്തമൊക്കെ അങ്ങ് വിടുക. കാരണം എന്ന് വെച്ചാൽ ഇതെന്താ യഥാർത്ഥത്തിൽ നടന്നത്? ഒരു പിടുത്തവും കിട്ടാനില്ല. നീതു ഗർഭിണിയാവുക അതെങ്ങനെയായി? എൻ്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്നൊക്കെ ഹരീഷ് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. ഇന്ന് വരെ ഞാൻ അവളെ കൂടെ അടുത്ത് പോലും ചേർന്നിരുന്ന് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഹരീഷിന് ആകെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസമാവുകയാണ്. നീതുവിനെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീതുവിൻ്റെ മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇനി എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ തൻ്റെ മാനാഭിമാനം നഷ്ടപ്പെട്ട കണക്കുള്ളൊരു ബുദ്ധിമുട്ട്. ഹരീഷ് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സുഭാഷിനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് നമ്മുടെ സുധീഷ് ഹരീഷിൻ്റെ അടുത്തോട്ട് വരികയാണ്. വന്നിട്ട് പറയും, എടാ നീ എന്നാലും ആൾ കൊള്ളാം, എന്നാൽ ഇത്രയും കടന്നു ചാടി നീ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കാര്യം നീ എൻ്റെ അന്യനാണ്, എങ്കിലും ഈ ഒരു കാര്യത്തിൽ പരാതിയൊന്നുമില്ല കേട്ടോ. എനിക്ക് എന്നെ ഒരു വലിയച്ഛനാക്കി നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷിന് അങ്ങോട്ട് ഭ്രാന്ത് പിടിക്കുക. എൻ്റെ പൊന്ന് സുധീഷേട്ടാ, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിക്കണു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് സുധീഷേട്ടനൊക്കെ പറയണേ. സുഭാഷ് ചേട്ടനെ എന്നെക്കുറിച്ച് എന്താ കരുതുക? എല്ലാവരും നിധിയേട്ടത്തേക്ക് എന്താ കരുതുക? അപ്പോൾ പറഞ്ഞ് കരുതണം എന്താ, ഇതൊക്കെ സ്വാഭാവികം അല്ലേടാ. കല്യാണം നടക്കാതെ വന്നാലോ എന്ന് കരുതി ഒരു ഉറപ്പിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. എന്തായാലും പോട്ടെ, സാരമില്ല, നമുക്ക് എന്തായാലും ഒട്ടനെ തന്നെ കല്യാണം നടത്താമെന്ന് സുധീഷ് പറയണം. അപ്പോഴേക്കും നികേഷും കൂടെയാണ്. എന്നാൽ ഇതൊന്നും ഞങ്ങളോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഹരീഷ് ചേട്ടാ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഹരീഷിനാകെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോവാണ്. എന്തോ പോലെ മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ, സ്വന്തം ഏട്ടൻ്റെ അനിയൻ്റെയൊക്കെ മുന്നിൽ, ഏട്ടത്തീരെ മുന്നിലും ഒക്കെ ഒരു നാണം കെട്ട ഒരു പരിപാടിയായി പോയില്ലേ. സുഭാഷിന് അതിനേക്കാളേറെ വിഷമമാണ്. കാരണം അവനെ ഇന്ന് വരെ അവനെ ഒന്ന് കൈയെടുത്ത് തല്ലിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവൻ അതിലേക്കുള്ള ഒരു കുരുത്തക്കേടും കാണിച്ചിട്ടുമില്ല, അവനെ അങ്ങനെ പറയേണ്ടതായിട്ടുമില്ല. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ഒരു പക്വതയോടുകൂടെ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ഹരീഷിൻ്റേത്. എന്തു പറ്റി അവൻ എന്നുള്ളൊരു ചിന്തയോടെ സുഭാഷ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. സുഭാഷിന് ആകെ ഒരു പ്രയാസമായിപ്പോയി. പക്ഷേ എങ്കിലും അവനോടുള്ള ദേഷ്യം മാറുന്നില്ല. അങ്ങനെ സുധീഷ് അകത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, അതെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് തിരുവനന്തപുരത്തോട്ട് മടങ്ങിപ്പോവാം. എന്നിട്ട് എത്രയും വേഗം തന്നെ ഹരീഷിൻ്റെയും ആ കുട്ടിയുടെയും കല്യാണം നടത്തണം. കാരണം അവളുടെ അമ്മയും അച്ഛനും ഒക്കെ കുറച്ച് ഇടഞ്ഞ് നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നമുക്ക് എങ്ങനെയും ഈ ഒരു കല്യാണം നടത്താം എന്ന രീതിയിൽ സുഭാഷ് പറയണം കേട്ടോ. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഇതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ വന്നു. അതൊക്കെ കയ്യോടെ അങ്ങ് ചെയ്തു കൊടുക്കണം, എങ്കിൽ ഈ ഒരു അപമാനം കേൾക്കേണ്ടി വരുമായിരുന്നു. എന്നാലും ആ നീതുവിൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് വളരെ മോശപ്പെട്ടൊക്കെ അവർ സംസാരിച്ചത്. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു? ഒന്നുമില്ല, എല്ലാം കേട്ട് തല കുനിച്ച് നിൽക്കാനല്ലേ എനിക്ക് കഴിഞ്ഞോളൂ എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് സുഭാഷ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതെ ഒരിക്കലും ഞാൻ ഹരീഷിനെ
ഈ ഒരു കേസിൽ ന്യായീകരിക്കില്ല, കാരണം സുധീഷ് നീ അവനെ ന്യായീകരിക്കില്ല. അപ്പോൾ സുധീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഞാൻ ന്യായീകരിച്ചല്ല, അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇല്ല എന്നല്ല, പിന്നെ നീ എന്താ പറയണേ? സുഭാഷ് ദേഷ്യപ്പെട്ടുകൊണ്ട് സുധീഷിനോട് ചോദിക്കുകയാണ്. അല്ല എന്തായാലും പറ്റുപോയി, അവർ തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ, എങ്ങനെയോ അബദ്ധത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുപോയി സുഭാഷ് ചേട്ടാ, അതങ്ങ് ക്ഷമിച്ചേരെ, ഇനി അവനെ തല്ലണ്ട എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ദേഷ്യം വരാം, അവൻ എൻ്റെ കണ്ണും മുന്നിൽ വരണ്ടാന്ന് പറ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഭ്രാന്ത് പിടിച്ച് നിൽക്കാൻ കേട്ടോ. എൻ്റെ സുധീഷിനോട് പറയുന്നുണ്ട്, ദേ നീ ഈ ഒരു കാര്യത്തിൽ അവനെ ഒത്താശ പിടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ സുധീഷ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ ഇനി ഒന്നും പറയണില്ല, സുഭാഷ് ചേട്ടാ ഒന്ന് സമാധാനപ്പെട്ട്, സുഭാഷിൻ്റെ ആ ടെൻഷനൊക്കെ ഒന്ന് മാറട്ടെ എന്നിങ്ങനെ നമ്മുടെ സുധീഷ് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയം നിധിക്ക് ആകെ ഒരു ഇതായിപ്പോയി. അങ്ങനെ ഒരിക്കലും ഹരീഷിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവുമെന്ന് നിധിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. കാരണം വെച്ചാൽ ഹരീഷ് അത്രയും നല്ലൊരു പക്വതയായിട്ടുള്ളൊരു അനിയനായിരുന്നു. എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അത്. അപ്പോൾ എന്തായാലും സംഭവിച്ചു പോയി. അങ്ങനെ നമ്മുടെ ഹരീഷ് നമ്മുടെ നീതുവിനെ ഇടയ്ക്ക് വിളിച്ചു നോക്കുകയാണ്. അപ്പോഴെല്ലാം സ്വിച്ച് ഓഫായി. അങ്ങനെ ഒരു സമയത്ത് വിളിച്ചപ്പോൾ നീതുവിൻ്റെ കോള് റിങ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ് ഫോൺ എടുക്കുക. അപ്പോഴേക്കും നീതു ഫോൺ എടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ചോദിക്കുകയാണ്, അവിടെ എന്താ നീതു പ്രശ്നം? നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ ഏട്ടനും നിൻ്റെ അമ്മയൊക്കെ എന്നെയും സുഭാഷ് ഏട്ടനെയൊക്കെ വിളിക്കുന്നുണ്ട്, എന്താണ്? അപ്പം നീതു ചോദിച്ചു, എന്താ പ്രശ്നം? ഇവിടെ ഉണ്ടല്ലോ പ്രശ്നം. അതല്ല, വേറെ നീ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുന്നു, എന്തൊക്കെയാണ് അവിടെ വല്ല പ്രശ്നം ഉണ്ടായിട്ട് നീ പറഞ്ഞതാണോ? എന്ത് പ്രശ്നം? അതൊന്നുമല്ല, ശരിക്കും ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഹരീഷിക്കും പ്രഗ്നൻ്റോ? നീതു നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ, എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് തുറന്ന് പറയുക, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കില്ല, എനിക്ക് ടെൻഷൻ കയറിയിട്ട് ഞാൻ രാവിലെ മുതൽ നിന്നെ വിളിക്കണതാ, കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറയാം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ നീ ഇത് പറഞ്ഞത്? അത് കൊള്ളാം, ഇത്രയേറെ ടെൻഷൻ അടിക്കണ എന്തിനാ ഹരീഷ്? ഞാനും ഹരീഷും തമ്മിൽ പ്രണയത്തിലാണോ? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്, അതിലിപ്പോൾ ഇത്ര അതിശയിക്കാൻ എന്തുണ്ട്? എൻ്റെ പൊന്നു നീതു, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കലേട്ടോ, എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനായിട്ട് തോന്നാം. ഞാൻ ഇന്ന് വരെ നിൻ്റെ അടുത്ത് പോലും ചേർന്നിരുന്നൊന്നും സംസാരിച്ചില്ല, നിൻ്റെ കൈ പോലും തൊട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ? ഇതെങ്ങനെ സംഭവിച്ചു? എന്നോടാണോ ചോദിക്കണേ? നീ ഇത് ചോദിക്കണേ? പിന്നെ നിന്നോടല്ലാണ്ട് നമുക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? നീ എങ്ങനെ പ്രഗ്നൻ്റായി? അപ്പോഴേക്കും നീതു പറഞ്ഞു, ഓഹോ ഇപ്പം അതാണല്ലേ, അപ്പം ഹരീഷിനെ എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ സംശയം അല്ലേ ഹരീഷേ? എന്നിട്ട് നീതു ഇരുന്ന് പതുക്കെ ചിരിക്കാനേട്ടോ. കാരണം ഈ ഹരീഷിൻ്റെ വേവലാതിപ്പെടലും ടെൻഷനൊക്കെ കണ്ടപ്പോൾ നീതുവിന് വല്ലാത്തൊരു ടെൻഷനാണ്, ചിരിയും വരുന്നുണ്ട്. നീതു വിട്ടുകൊടുത്തില്ല കേട്ടോ. നീതു മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നും പറഞ്ഞ് ഹരീഷിനെ ഓവറായിട്ട് ടെൻഷൻ അടുപ്പിച്ചു കേട്ടോ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞ്, എനിക്കിതൊന്നും അറിയില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, ഞാൻ എന്തായാലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധം എൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് ഫോൺ വയ്ക്കാൻ കേട്ടോ. അപ്പം നീതുവും പറഞ്ഞ്, ആയിക്കോട്ടെ, എന്നെ സംശയത്തിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തില്ലേ, ഞാനും ഫോൺ വയ്ക്കാമെന്ന് പറഞ്ഞ് വയ്ക്കുകയാണ്, എന്തായാലും ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഹരീഷ് ആദ്യമായി അച്ഛനാവാൻ പോവാണ്, ആ ഒരു സന്തോഷമൊക്കെ ഒന്ന് കാണിക്കേണ്ട ഹരീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നീതു ചിരി അമർത്തി പിടിച്ചുകൊണ്ട് ഫോൺ അങ്ങ് വയ്ക്കാൻ കേട്ടോ. ഹരീഷിൻ്റെ കിളി മൊത്തം പോവേണ്, നീതുവിനെ വിളിക്കേണ്ടിയില്ല എന്നായി. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു പിടുത്തവും ഹരീഷിന് കിട്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും സുധീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സുധീഷ് ചേട്ടാ, ഇന്നേ വരെ ഞാൻ അവളെ അടുത്ത് ചേർന്ന് പോലും ഒന്നും ശരിക്കും ഇരുന്നിട്ടില്ല, അവളുടെ കൈ പോലും ഞാനൊന്ന് തൊട്ടിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എടാ കള്ള, നീ എന്നെ വട്ടനാക്കാനൊന്നും നിൽക്കണ്ട, ഇതല്ല ഇതിൻ്റെ അപ്പുറവും നീ ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് സുധീഷ് പറഞ്ഞു. ഹരീഷിന് ആകെ പിടുത്തം പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ നീതു വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുകയാണ്, പാവം ഹരീഷ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും, പാവത്തിന് ഇത്രയും ആദ്യം പിടിപ്പിക്കേണ്ടായിരുന്നു, സത്യം അങ്ങ് പറഞ്ഞാലോ എന്നൊക്കെ നീതുവിന് ആദ്യം തോന്നുന്നു കേട്ടോ. പക്ഷേ നീതു പറഞ്ഞു, വേണ്ട, എന്തായാലും നാളെ കഴിഞ്ഞ് എത്തുമല്ലോ, അന്നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ. കാരണം നീതുവിനൊരു ഭയം ഉണ്ടായിരുന്നു, ഹരീഷ് എത്തുന്ന വരെ എങ്ങനെയും പിടിച്ച് നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നീതു മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഭാസ്കരൻ തൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് ഇങ്ങനെ ചീട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഭാസ്കരൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല നാട്ടിൽ അവിടെ സ്വന്തമായിട്ട് വലിയ വീടൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ ഇല്ലേ, മതിയായ ബംഗ്ലാവാണ് എനിക്കുള്ളത്, എനിക്ക് സ്വന്തമായിട്ട് ചുറ്റിനും വേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ 4 ചെറുക്കന്മാരാണ്, ഇനി ഒരാളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി
ബാക്കിയുള്ളവന്മാരെയും കൂടെ കല്യാണമൊക്കെ കഴിപ്പിച്ച് സ്വസ്ഥമാവണം എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ അടിച്ചങ്ങ് വിടുകയാണ് കേട്ടോ. അപ്പോഴാണ് ദേ വരുന്നുണ്ട് നമ്മുടെ ഭാസ്കരൻ്റെ ഭാര്യയുടെ സഹോദരൻ. കാരണം ഭാസ്കരൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഒന്ന് രണ്ട് കൂട്ടുകാർ ചെന്ന് പറഞ്ഞു കൊടുത്ത് അയാൾ വന്നതാ. അയാൾ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, ഇന്ന് രാവിലെയാണ് നാട്ടിലെത്തിയത്. അങ്ങനെ അയാൾ വന്നിട്ട് അവിടെ നോക്കണേ, ദേ ഇരിക്കണു. ആ കൂട്ടുകാരന്മാർ ഭാസ്കരനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. പക്ഷെ അതിനിടയിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും ഭാസ്കരൻ എഴുന്നേറ്റ് കളി കഴിഞ്ഞ് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ്റെ അളിയൻ പറയുന്നുണ്ട്, അവൻ എന്ത് ധൈര്യം ഇരുന്നിരിക്കണോ, എൻ്റെ പെങ്ങളെ കൊന്നിട്ട് അവൻ ഈ നാട്ടിൽ തന്നെ കാല് കുത്തിയിരിക്കണോ. അവൻ്റെ കാല് കുത്തണേൻ്റെ അന്ന് അവൻ്റെ കാല് ഞാൻ വിട്ടുവെന്ന് പറഞ്ഞതാ, എന്നിട്ട് അവൻ്റെ ധൈര്യം കണ്ടില്ലേ എന്നുള്ള രീതിയിൽ. അവനെ കാണാനില്ല, അവൻ എങ്ങോട്ട് എഴുന്നേറ്റ് പോയത്. അപ്പം അളിയെ നോക്കിയിട്ട് അവിടെ ഇന്ന് ഭാസ്കരനെ കണ്ടില്ല. ഭാസ്കരൻ കളി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ എഴുന്നേറ്റ് പോവായിരുന്നു കേട്ടോ. കാരണം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഭാസ്കരൻ അങ്ങ് വീട്ടിലെത്തേണ്, അവർ താമസിക്കുന്ന സ്ഥലത്തെത്തേണ്. ഈ സമയം ഭാസ്കരൻ്റെ അളിയൻ പറയുന്നുണ്ട്, അല്ല അവൻ എവിടെ താമസിക്കണേന്നറിയാവോ? അപ്പം അതിലൊരാൾ ഭാസ്കരൻ്റെ അളിയൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ അവർ ഈ അമ്പലത്തിലൊന്ന് വന്ന് വഴിപാടുകളും മറ്റും ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്നോ നാളെ രാവിലെ അങ്ങോട്ട് പോകും, ഇനി നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു. അയാൾ മതിയായ ഒച്ച എടുത്തുകൊണ്ട് പറയുന്നത്, ഇപ്പം നമുക്ക് പോകണം, ആ ഭാസ്കരൻ എന്ന് പറയുന്ന തെണ്ടി താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തണം. അങ്ങനെ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവരൊക്കെ പോകാനായിട്ടുള്ള കാര്യങ്ങളും തയ്യാറെടുപ്പൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹരീഷ് അതിനെ കണ്ടപ്പോൾ സുഭാഷിന് വല്ലാത്തൊരു പ്രയാസം തോന്നി. കാരണം അവന് 2 തല്ല് കൊടുത്തു. ദേഷ്യമായിരുന്നു. പക്ഷേ പിന്നെ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്തോട്ട് സുഭാഷ് ചെന്നിട്ട് ചോദിച്ചു, നിനക്ക് വേദനിച്ചോ? അത് കുഴപ്പമില്ല സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് സങ്കടപ്പെട്ട് പറഞ്ഞു. അതെ, നീ എന്തിനാ ഇങ്ങനത്തെ ഒരു തെറ്റിലോട്ട് പോയത്? നിന്നെ അങ്ങനെയാണോ ഈ ഏട്ടൻ വളർത്തിയത്? നിങ്ങളെ 3 പേരെ ഞാൻ അങ്ങനെയാണോ വളർത്തിയത്? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുമ്പോ അങ്ങനെയൊക്കെ അതിൻ്റെ അമ്മ എന്നെ വിളിച്ച് പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം വേദന എനിക്കുണ്ടായി എന്നുള്ളത്. അപ്പോഴത്തെ ഒരു ദേഷ്യവും സങ്കടവും വന്നതുകൊണ്ടാടാ നിന്നെ തല്ലിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. നിറകണ്ണുകളോടെ ഹരീഷ് സുഭാഷിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ സമയം സുധീഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഹരീഷിനെ. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, എങ്ങനെയെങ്കിലും നീതുവിൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഈ കല്യാണം ചെല്ലുമ്പം തന്നെ നമുക്ക് നടത്തണം. കാരണം ഇനി നാട്ടുകാരെ മുമ്പിൽ ഇല്ലെങ്കിൽ അതൊരു മോശപ്പേരാ. ഒന്നുമില്ലെങ്കിൽ ആ പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, അതിനുള്ള പക്വതയൊക്കെ ആ കുട്ടിക്കുള്ളൂ എന്നതൊക്കെ പറയണം. അപ്പോഴും ഹരീഷിൻ്റെ മനസ്സിൽ എൻ്റെ ഏട്ടൻ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കണേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഹരീഷ് എന്ന് ചോദിച്ചു. ഇല്ല സുഭാഷ് ഏട്ടാ, ഇല്ല ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് ഹരീഷിന്, കാരണം നീതുമായിട്ട് നേരിട്ട് സംസാരിക്കണം, എന്നിട്ട് ഇതിനൊരു കാര്യമുള്ളൂ എന്നുള്ളത് ഹരീഷിന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് ഹരീഷ് പിന്നെ ആരെടുത്തും ഇതിനെക്കുറിച്ച് പറയാനേ നിന്നില്ല കേട്ടോ. അപ്പോഴാണ് ദേ വരണു ഭാസ്കരനെ തേടി ഭാസ്കരൻ്റെ അളിയനെ 2-3 കൂട്ടുകാരും കൂടെ വരെയാണ്. അങ്ങനെ ഭാസ്കർ അവിടെ നിന്ന് ഇതൊന്നും അറിയാണ്ട് തുണിയൊക്കെ മടക്കി വെച്ച് എല്ലാം കൊണ്ടുപോകാനുള്ളതൊക്കെ ബാഗ് റെഡിയാക്കുമ്പോഴേക്കും എടാ ഭാസ്കരാന്നും പറഞ്ഞുകൊണ്ട് വന്ന് ഭാസ്കരനെ അങ്ങോട്ട് തല്ലാനായിട്ട് നിൽക്കുകയാണ്. തിരിച്ച് ഭാസ്കരൻ എന്താടാന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് ഭാസ്കരനും തല്ലാൻ നിൽക്കുകയാണ്. ഭാസ്കരനെ കണ്ടപ്പോൾ മനസ്സിലായി തൻ്റെ അളിയനാണ് ഇതെന്നുള്ളത്. അപ്പോഴേക്കും സുഭാഷ്, അമ്മാവ അടിയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ അമ്മാവെന്ന് പറഞ്ഞു. അമ്മാവനോ? ഏതമ്മാവൻ? മാറി നിൽക്കടാന്ന് പറഞ്ഞിട്ട് സുഭാഷിനെ മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടത് സുധീഷ് അവിടെ നിന്ന് ഓടിക്കൊണ്ടുവന്ന് അയാളെ ഈ അളിയെ, അതായത് അമ്മാവനെ പിടിച്ച് ഒരൊറ്റ തള്ളു കൊടുക്കുകയാണ് ഭാസ്കരൻ്റെ അളിയനെ. അപ്പോൾ അയാൾ സുധീഷിനെ പിടിച്ചിട്ട് 1-2 ഇടിയൊക്കെ അടിക്കണം. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ദേ ഞാനും താനും തമ്മിലാണ് പ്രശ്നം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, എൻ്റെ മക്കളുടെ ദേഹത്തെ കൈയെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നീ വെറുതെ ഇവിടെ നിന്ന് പോവില്ല എന്ന് ഭാസ്കരനും തിരിച്ചു പറഞ്ഞു. അങ്ങനെ നിധിയൊക്കെ വരെയാണ്. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, അമ്മാവ പ്രശ്നത്തിനൊന്നും നിൽക്കല്ലേ, ഞങ്ങൾ ഈ കുടുംബക്ഷേത്രത്തിലെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുടുംബക്ഷേത്രം തിരക്കി വന്നതാണെന്നൊക്കെ പറയാം. അമ്മാവൻ ഒന്ന് പോടാ നീ അവിടെ നിന്ന്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞതേ നോക്കിയും കണ്ട് സംസാരിച്ചോണോ, ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയുമെന്ന് പറഞ്ഞു. ഹരീഷും കയറി ഇടപെടേനെ കേട്ടോ. നികേഷ് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്, എന്താ ഇവിടെ നടന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഈ നമ്മുടെ ഭാസ്കരൻ്റെ അളിയൻ പറയുന്നുണ്ട്, ഇത്രയും വർഷമൊന്നും ഇല്ലായിരുന്നു. എടാ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ പെങ്ങളെ കൊന്ന് നീ ഇനി ഇവിടെ കാല് ചവിട്ടി കുത്തരുതെന്ന്? നീ എന്ത് ധൈര്യത്തിലാടാ ഇവിടെ കാല് കുത്തിയത്? നിൻ്റെ തറവാട്ട് സ്വത്താണോടാ ഇത്? ഞാൻ ഇനിയും വരും, എൻ്റെ മക്കളും വരും, നീ ആരാ ചോദിക്കാനെന്ന് ഭാസ്കരൻ തിരിച്ചും ചോദിക്കുകയാണ് കേട്ടോ.
ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ വശവശക്കും അടിയും ബഹളം. അത് സുധീഷിന് ഒന്ന് രണ്ട് അടിയും ബഹളമൊക്കെ എത്തിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് കഴുത്തിൻ്റെയൊക്കെ അവിടെയൊക്കെ ഒരു കുത്ത് മീൻസ് ഉന്തിയപ്പോൾ കൈ കൊണ്ടുള്ള ഇടിയൊക്കെ കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ സുധീഷിന് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ പറയുന്നത് ലളിതയും വരുന്നുണ്ട്. ലളിതയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, നീ ഇവരൊപ്പം വന്നതല്ലേ? അപ്പോൾ ലളിത പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ഇവരെ കൂടെ ഇന്നും വന്നതല്ല. ഈ കുടുംബക്കാരി ഇപ്പം എങ്ങാണ്ടാ വന്നത്. ഞാനും ഇവരും തമ്മിൽ വലിയ സ്വരൂപമൊന്നും അല്ല എന്ന് ആ ഭാസ്കറിൻ്റെ അളിയൻ്റെ കൂടെ ലളിത പറയുന്നുണ്ട്. കാരണം അവരൊരു കൈയാണ് കേട്ടോ. ഭാസ്കറിനെ എല്ലാത്തിലും ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ലളിതയും കൂട്ടരുമൊക്കെ. അങ്ങനെ അവസാനം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിടുകയാണ് കേട്ടോ. മക്കളുടെ അടുത്ത് പറയുന്നുണ്ട്, ദേ നോക്കിയും കണ്ട് നിന്നോണം, എൻ്റെ അടുത്ത് ഈ നാട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കേണ്ട നീയൊക്കെ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇത്രയും നാളില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ എന്തിനാ ഇടപെടണം? ഞങ്ങളിപ്പോൾ നിങ്ങളെ ഒന്നും ചെയ്യാനൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുഭാഷും സുധീഷും പറയുന്നുണ്ട് കേട്ടോ. അതെ, നീയൊന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട, നീയൊക്കെ നിൻ്റെ കാര്യങ്ങൾ നോക്കിക്കുമെന്ന് അയാൾ തിരിച്ച് മറുപടി പറഞ്ഞിട്ട് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പോഴേക്കും ഭാസ്കറിന് ആകെ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ മുമ്പിലും ആകെ ഒരു നാറ്റ കേസായല്ലോ. നീ ഒരു കൊലയാളിയാണെന്നും ജയിലിൽ കിടന്നിട്ടുള്ളവനല്ലേ എന്നൊക്കെ എല്ലാവരും മുമ്പിലും വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭാസ്കറിന് ഒരു ഷെയിമായിപ്പോയി. അത് മാത്രമല്ല, ഭാസ്കറിനോട് പറഞ്ഞു, നിനക്ക് 3 ആമക്കളല്ലേടാ ഉണ്ടായിരുന്നത്, ഈ എവിടെ നിന്നാടാ ഇത്? ഇനി ഇക്കണക്കിന് എത്ര പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെ നിനക്ക് മക്കളുണ്ട്? അങ്ങനെയൊക്കെ മോശം രീതിയിലാണ് ഭാസ്കറിൻ്റെ ഭാര്യയുടെ അളിയൻ സംസാരിച്ചത് കേട്ടോ. ആകെ ഒരു വല്ലാത്തൊരു എല്ലാവർക്കും ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് തിരിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരികയാണ്. ഒന്നാമത് ഹരീഷിൻ്റെ പ്രശ്നം ഒരു വശത്ത്, അതിൻ്റെ ഇടയിൽ അമ്മാവനും അവർ കൂട്ടുകാരും ചേർന്ന് അത് വേറൊരു തത്തി. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ഇടങ്ങേറ് പിടിക്കുന്ന ഒരു കേസ് തന്നെ കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ സുധീഷിൻ്റെ തോളിന് ഭയങ്കര വേദനയായിട്ട് നിധി വന്ന് ബാമൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയെ നോക്കിയിരിക്കുന്ന സീനോട് കൂടെയൊക്കെയാണ് നാളത്തെ ആ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ രാവിലെ തന്നെ നമ്മുടെ ഇവർ വിവാഹിതരായ 6 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2:30 നമ്മുടെ ഇതിടുന്നുണ്ട് കാറ്റത്തെ കിളിക്കൂട്. നമ്മുടെ പവിത്രം അപ്കമിങ് റിവ്യൂ നമുക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടിയാൽ ഉടനെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ പവിത്രത്തിൻ്റെ സീസൺ 6ഉം 7, 8, 9, 10ഉം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്